അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് കോട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സിൻ്റെ മേലെയൊക്കെ ഷോർട്ട് കോട്ടായിട്ട് ഇടില്ലേ, അങ്ങനെയുള്ള ഒരു കോട്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതുപോലത്തെ നെറ്റിൻ്റെ തുണിയില്ലേ, അതുപോലത്തെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അങ്ങനെ 4 മടക്കായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം എത്രയാണെന്ന് അളക്കാം. അപ്പം നമുക്ക് ഇത് ഇറക്കം എടുത്തിരിക്കണ് 16 ഇഞ്ചാണ് ഇതിന് ഇറക്കം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തുമ്പും ചേർത്തിട്ട് ഒരു 17 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് മടക്കി അടിക്കാനൊക്കെ ഉള്ള തുമ്പ് ചേർത്തിട്ട് 17 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് ഈ കോട്ടിന് കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് 3.25 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോൾഡർ ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് അളവിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഡ്രസ്സ് ഇതിന് മുന്നേ ഇട്ട് ഒരു ബ്ലാക്ക് എന്താ പറയുക ഒരു ടോപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെ ഇടാനുള്ള കോട്ടാട്ടോ അടിക്കുന്നത്. ഇതിൻ്റെ മുന്നിട്ട ഒരു വീഡിയോയിലുണ്ട് ബ്ലാക്ക് ഷോർട്ട്. ഈ നെക്കിൻ്റെ ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, 8 ഇഞ്ച് കേട്ടോ നെക്കിൻ്റെ ഇറക്കം. നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിടുത്തുന്ന ഇറക്കത്തിലേക്ക് വരച്ചിട്ട് ഇതുപോലെ നെക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെയാണ് അടയാളപ്പെടുത്തുന്നത്. റിഗാള് 6 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതേപോലെ റിഗാളിൻ്റെ അവിടെ ഇങ്ങനെ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ റിഗാളിൻ്റെ അവിടെ. ഇനി ചെസ്റ്റിൻ്റെ അവിടുത്തെ അളവ് എടുക്കുന്നുണ്ട്. 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. താഴെയുള്ള അളവ് അതേപോലെ എടുത്തിട്ടുണ്ട്. 7.5 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് അളവ്. നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ അവിടെയൊക്കെ താഴത്തും ആ സൈഡൊക്കെ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കോട്ട് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട്. ഇനി ഇത് ഫ്രണ്ട് പീസിൽ ഇതേപോലെ നമ്മൾ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കണ്ടോ, റൗണ്ട് ഷേപ്പായിട്ട് ഫ്രണ്ടിൽ വരുന്ന പോലെ കേട്ടോ ആ കോട്ട്. ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ, ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ അത് ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പാർട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് 2 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വരും കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പാർട്ട് ഇടുക. ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് ബാക്കിലത്തെ നെക്കിന് 1 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇവിടേക്ക് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ബാക്കാണ് കേട്ടോ, ബാക്ക് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ കാണാം, സ്റ്റിച്ച് ചെയ്യണ കാണാം. നമ്മളിതിൻ്റെ നടുക്ക് വള്ളി കെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നെറ്റിൽ നിന്ന് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ക്രോസ് പീസ് വള്ളിക്ക് വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ വള്ളി അടിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും. കുറച്ച് ഇതാ മുഴുവൻ വിട്ടിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനായിട്ട്. അതുപോലെ നമ്മൾ ഇതുപോലത്തെ 2 പീസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് 2 വള്ളിക്ക് വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ മറയ്ക്കാൻ പോവുകയാണിട്ടത്. വലിയൊരു സൂചിയിൽ ഇതുപോലെ നൂല് കോർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ തുന്നി വയ്ക്കുക എടുക്കുക. ഈ രണ്ട് നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുക്കുക. എന്നിട്ടൊന്ന് ഇങ്ങനെ വെച്ച് ഉള്ളിൽ കൂടെ ഇടുക. എന്നിട്ട് സൂചി ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് മറിഞ്ഞ് കിട്ടും കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് അങ്ങനെ വലിച്ച്
വലിച്ചെടുക്കാവുന്ന ബലത്തിന് വേണ്ടി അത് ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ വലിച്ച് നമ്മൾ മറിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ രണ്ടും ഇതുപോലെ മറിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മറിച്ചെടുക്കും, അങ്ങനെ രണ്ടും മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതുപോലെ നല്ല റൗണ്ടായിട്ട് കുറച്ച് നല്ല ഇതായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഒരിത് കിട്ടും കേട്ടോ. ഇനി നമ്മളിത് വള്ളിയുടെ അടിയിൽ വെക്കില്ലേ, അത് ഇതുപോലെയുള്ള അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് പീസും ഇതുപോലെ നെറ്റിൻ്റെ പീസും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ഇഞ്ച് വീതി, 4 ഇഞ്ച് ഇതിലും. ഇനി നമ്മളിതുപോലെ കോണ് പോലെ മടക്കുന്നുണ്ട്, രണ്ടും ഇതുപോലെ മടക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അടിച്ചു കൊടുക്കുന്നു. ഇതുപോലെ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. നമ്മൾ ആ വള്ളിയില്ലേ അത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ആ വെള്ളിയുടെ മേലെ അടിപ്പെടുന്ന പോലെ ആദ്യം അവിടെ നന്നായിട്ട് അടിച്ച് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കും. ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കും. ഞാൻ തുമ്പൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞതിന് ശേഷം അത് നന്നായി മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ വള്ളി. നമ്മൾ ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയും ഹാം ഹോളിൻ്റെ അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അടിക്കുന്നുണ്ട്. നെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലെ നെക്കിൻ്റെ എൻഡിൽ നമ്മൾ അടിച്ചെത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ വള്ളി ഇല്ലേ, നമ്മളിതിപ്പോൾ ഇതൊക്കെ അടിച്ച് വെച്ച ആ വള്ളി അവിടെ അങ്ങനെ വെച്ചിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആ ക്രോസ് പീസ് അടിച്ച് വരുമ്പോൾ, എന്നിട്ട് ആ ക്രോസ് പീസ് മൊത്തത്തിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ആ പാർട്ട് മൊത്തം ആ ഭാഗം മൊത്തം ഇതുപോലെ അടിച്ച് മറിക്കുന്നുണ്ട്. അങ്ങനെ കേട്ടോ. ഇതുപോലെ ആ ഫ്രണ്ടിൻ്റെ അടിപ്പാട്ട് വരെ ഇതുപോലെ വെച്ച് അടിക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടിപ്പാട്ട് ഇതുപോലെ അടിച്ച് മറച്ചിങ്ങോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മറച്ച് വെച്ചിട്ട് ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട്. മൊത്തം ആ ചുറ്റുഭാഗം നമ്മൾ പഠിച്ചെടുത്ത് മൊത്തം ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാക്ക് പീസ് എടുത്ത് അപ്പോൾ നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് ഇതുപോലെ ബാക്ക് നെക്കിന് ക്രോസ് പീസ് ഇതുപോലെ അടിച്ച് മറയ്ക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ ചെറിയൊരു നെക്കാണല്ലോ വെട്ടിയത്, 1 ഇഞ്ച് ഇത് വരുന്നത്, അത് ഇതുപോലെ അടിച്ച് മറയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ഷോൾഡർ ഇതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക് നെക്ക് കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിൻ്റെ ഇതിലേക്ക് മടക്കി വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആം ഹോളും അതേപോലെ ഒരു ക്രോസ് പീസ് വെച്ച് അടിച്ച് മറയ്ക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡിലുള്ള ആം ഹോൾ ഇതുപോലെ തന്നെ അടിച്ച് മറിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മളെ ബാക്കിൻ്റെ അടിവശമില്ലേ അതൊന്ന് അടിച്ച് മറയ്ക്കുന്നുണ്ട് കേട്ടോ. അടിയെ മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 2 സൈഡും കൂട്ടാൻ പോവുകയാണ് കേട്ടോ. അതുപോലെ 2 സൈഡും ഒപ്പം വെച്ചിട്ട് കൂട്ടാൻ പോവുകയാണ്. ഈ സൈഡ് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ കൂട്ടുക കേട്ടോ. അപ്പം നമ്മൾ ഷോർട്ട് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ നേരത്തെ അടിച്ച ഷോർട്ട് ടോപ്പിൻ്റെ മേലെ ഇട്ട് കാണിച്ചിരിക്കുക കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ഏത് ടോപ്പിന് വേണമെങ്കിലും ഇതുപോലത്തെ കോട്ട് അടിച്ചാലും ഇടാം, നല്ല ഭംഗി ഉണ്ടാവും. ബ്ലാക്കിന് വൈറ്റ് ആയിട്ട് കേട്ടോ. ഇതിട്ട് കാണിക്കുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.